പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ലിസ്യു ഹാൾ, ചേലക്കര. ആറ്റൂർ സ്വാമിയാർ മഠം വിഷ്ണുമായ ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും അർഹരായവർക്കുള്ള ധനസഹായവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആദര സദസ്സും നടന്നു. പ്രവർത്തനത്തിനാണ് ഏറെ പ്രാധാന്യം. ഒരു ക്ഷേത്രസന്നിധിയിൽ വെച്ച് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആറ്റൂർ സ്വാമിയാർ മഠം ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഈ പ്രവർത്തനം നമ്മുടെ പൊതുജന സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ. ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളൊക്കെ ഇന്ന് ഹൃദയത്തോട് ചേർക്കുന്ന മണിച്ചേട്ടൻ്റെ അത്തരം പ്രവൃത്തികൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വിളിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി വരുന്നത്. ക്ഷേത്രം എന്നത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിൽ മതം എന്നതിനപ്പുറം അവിടെ മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും വസ്തുതപരമായ കാര്യം. സമക്ഷ പ്രകൃതി സംരക്ഷണ കൂട്ടായ്മ പ്രസിഡന്റ് രമേശ് കളത്തിങ്കൽ അധ്യക്ഷനായി. ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ ബാബു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ എല്ലാവരെയും സഹായിക്കണം എന്നുള്ള മനസ്ഥിതിയോട് പ്രവർത്തിക്കുന്ന ആറ്റൂർ സ്വാമിയാർ മഠത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് സൗജന്യമായ വിദ്യാഭ്യാസം. സർക്കാർ സ്കൂളുകളിൽ നമുക്കതെല്ലാം സാധ്യമാകുന്നുണ്ട്. എങ്കിലും പഠനോപകരണങ്ങളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൂടി പരിഗണിച്ച് പഠനോപകരണങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും മുൻകൈയെടുത്ത സ്വാമിയാർ മഠം സംഘാടകരെയും മഠം അധിപതികളെയും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാർഡ് മെമ്പർമാരായ കെ ഫസലു, റഫീഖ് പാറപ്പുറം, ശൈലജ, മഠാധിപതി ഉണ്ണിസ്വാമി, രാജൻ ചിറ്റണ്ട, BJP വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി കെ മുരളി, സുഭാഷ്, അശ്വതി സജു, സന്ദീപ് സ്വാമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏറെ സന്തോഷം നൽകുന്ന ഒരു അസുലഭ നിമിഷത്തിലാണ് ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ചടങ്ങിനെ നോക്കിക്കാണുന്നത്. ആറ്റൂർ സ്വാമിയാർ മഠം ക്ഷേത്രം വർഷങ്ങളോളമായി ഇവിടെ പ്രവർത്തിച്ചു വരികയും നാടിനും സമൂഹത്തിനും ഗുണപ്രദമായ രീതിയിൽ കൂടുതൽ സമൂഹത്തിന് മനുഷ്യർക്ക് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഒരു ട്രസ്റ്റ് സംവിധാനത്തിലേക്ക്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ചടങ്ങിൽ വെച്ച് വാഴാലിക്കാവ്, പാഞ്ഞാൾ, അയ്യപ്പൻകാവ്, ചെറുതുരുത്തി, കോഴിമാംപറമ്പ് ക്ഷേത്രങ്ങളിലെ വെളിച്ചപ്പാടുകളെ ആദരിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും രോഗികൾക്കുള്ള ധനസഹായം, ഭക്ഷ്യക്കിറ്റ് എന്നിവയുടെ വിതരണവും നടന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹം, വിവാഹ നിശ്ചയം, പിറന്നാൾ, വാർഷികം, മീറ്റിംഗുകൾ, പഠന ക്ലാസുകൾ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും വേറിട്ട അനുഭവമാക്കാൻ ലിസ്യു ഹാൾ നിങ്ങൾക്കായി തുറന്നു നൽകുന്നു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ഇഷ്ടപ്പെട്ട ഫോട്ടോ ലൊക്കേഷനുകളും ലിസ്യു ഹാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ലിസ്യു ഹാൾ, ചേലക്കര. ഫോൺ 9947771541.